ഹലോ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അച്ഛൻ എന്ന് വിളിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. കുറച്ച് നാളുകൾക്ക് മുന്നേ താങ്കൾ ഇങ്ങനെയുള്ള ഒരു അഭിമുഖം കൊടുത്തതിന് ശേഷം താങ്കൾക്ക് സ്ഥിരതയില്ലാത്ത വ്യക്തി എന്നാണ് രേണുസുതി താങ്കൾ അഭിസംബോധന ചെയ്തത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്നെ പറഞ്ഞത്. സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഈ കലാകാരനായിരുന്ന നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു താരത്തിന്റെ 2 കുഞ്ഞുങ്ങൾക്ക് അവരുടെ വേദന അറിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തുവാൻ 24 ചാനലിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് 24 കണക്ട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ, അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറ്, എൻ്റെ സുഹൃത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഇരുമ്പൂഴി, ഇത്യാദി മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വളരെ സ്ഥിരതയോടും വളരെ ആലോചിച്ചും ചിന്തിച്ചും എടുത്ത ഒരു തീരുമാനമാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്കായിട്ട് ഈ വസ്തുദാനമായിട്ട് എഴുതി കൊടുക്കാനിടയായത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ രേണു. ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുണ്ടല്ലോ. അപ്പം ഇയാൾക്ക് തലക്ക് സ്ഥിരതയുണ്ടോ? അത് കണ്ടിട്ട് ഞങ്ങൾ ഇതേ കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞാൽ തനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെ കൊള്ളും? ഇത്രയും നാൾ സുധിച്ചേട്ടാന്ന് വിളിച്ച് നടന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ എവിടെ ഇരിക്കാൻ കാരണം എൻ്റെ പപ്പയാണ് അല്ലേ? ഈ അച്ഛൻ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? ഓരോ ഇൻ്റർവ്യൂവിലും കയറി ഇരുന്നിട്ട് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഓരോ ആൾക്കാർ എന്തൊക്കെ പറയും ചിന്തിക്കുമെന്ന് ആലോചിക്കേണ്ടത് രേണു ആയിരുന്നു. എവിടെയോ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു വള്ളിയിലച്ഛൻ, ആ അച്ഛൻ ഒരു സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പം കേൾക്കാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒരു സഹായം ചെയ്തതാ. ഇപ്പം സമാധാനം എന്താണെന്ന് ആ മനുഷ്യൻ അറിയുന്നില്ല. ആ രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ വേറെ കൊടുക്കുന്നത് മാത്രമാണ് എന്റെ ജീവകാരുണ്യ പ്രവർത്തനം, ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്റെ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മച്ചിമാരുടെ സ്മരണയ്ക്കായിട്ടും ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ആഗ്രഹപ്രകാരമാണ് ആ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കണ്ണായ സ്ഥലം അവർക്കായിട്ട് വീട് വെക്കാൻ നൽകി കൊടുത്തത്. സ്ഥലം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് മാത്രമേ എന്നിൽ നിക്ഷിപ്തമായ കർമ്മമുള്ളൂ. അതിനപ്പുറമായിട്ട് എന്നെ ഇവർ വേദനിപ്പിക്കുന്നതും കണ്ണുനീരിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും ഇപ്പോൾ മോൻ ഇത്ര ദൂരെ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എന്നെ കാണാൻ വന്നതൊക്കെയും എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പൊതുവിടങ്ങളിൽ എന്നെ ചർച്ചകൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തു. സത്യമല്ലേ? എവിടെയോ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തത് രേണു ആണ്. ഈ ഒരു കാരണം കൊണ്ട് ആ മനുഷ്യനെ അനുഭവിക്കാൻ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ? എന്റെ പൂർവികർ എന്റെ പിതൃ കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ നൽകി കൊടുത്ത ശേഷം ഞാൻ എന്തോ എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനോ പേര് വലുതാകാനോ അല്ലെങ്കിൽ എന്തോ മറ്റെന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ എന്തോ സഹായം ചെയ്ത പോലുള്ള ഒരു സംസാരങ്ങൾ സൈബറിടങ്ങളിൽ വന്ന് എന്നെ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. മാത്രമല്ല എന്നെയും ഈ സ്ത്രീയെയും കൂട്ടി വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമന്റ്സ് വന്നു. ആ ചാനലുകാരനാണ് പറഞ്ഞത്. കഷ്ടം. ഇത് ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാർ, നിങ്ങളുടെ ഉദ്യോഗസ്ഥര്, നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർ എന്നെ കൊലം ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആൾ വന്നു, രാത്രിയും പകലുമായിട്ട്. ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു. എന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇവരുടെ PR വർക്കേഴ്സ് വേറെ ആരുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇന്ന് വരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. ഉളുപ്പുണ്ടോ? ലേശം നാണം മാനം തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഈ PR എന്ന് പറഞ്ഞ നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, ഈ തെമ്മാടിത്തരം കാണിക്കാൻ പോകത്തില്ല. അവര് ഇവിടെ എന്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആളുകളാണ് 100%. എനിക്ക് ഇതിനു മുൻപ് ഇന്ന് വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായി. നിങ്ങൾക്ക് പേടിയുണ്ടോ? അതുകൊണ്ടാണ് ഈ ഭീഷണി. ബിഗ് ബോസിൽ പോയതുകൊണ്ട് രേണുസുധിയുടെ പഴയ ചരിത്രങ്ങളൊക്കെ പുറത്തു വരുന്ന വിചാരിച്ചിട്ടാണോ ഓരോരുത്തരുടെ വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തുന്നത്? ആണോ? എടാ, അങ്ങനെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പോകാൻ പാടില്ല. അവരുടെ ആളുകളാണ് 100%. എനിക്ക് ഇതിനു മുൻപ് ഇന്ന് വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല.
വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഹട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്റെ ജീവനോ സ്വത്തിനോ എന്ത് നാശം സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി രേണു സുധി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങളൊക്കെ പറയും, ഞാൻ പറയത്തില്ല. ഞാനും പറയത്തില്ല. ഇവർ എന്ത് ഇൻഫ്ലുവൻസ് ആണോ എന്തോ കൊടുക്കുന്നത്. ഇതുപോലെയുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ടല്ല രേണു സുധി എന്ന് പറയുന്ന പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. മാന്യമായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യും. വളരെ മോശമാക്കി സംസാരിച്ചല്ലോ പലപ്പോഴും. യൂട്യൂബേഴ്സ് കൊള്ളാത്തവരാണ്. എന്നാൽ ഇന്ന് അവർ ആ കസേരയിൽ കയറി അവിടെ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരമപ്രധാനമായ കാരണം കേരളത്തിലെ യൂട്യൂബേഴ്സ് ആണ്. കഴിഞ്ഞ 6 മാസം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ആരും അറിയാതെ കിടന്ന ഓങ്ങന്താനം തുമ്മൻചാണ്ടി കോളനിക്ക് സമീപം ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനോ വേറെ ആരുമല്ല, യൂട്യൂബേഴ്സ് ആണ്. കാരണം സത്യമാണ്. ഇവരുടെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത്, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും റിയാക്ട് ചെയ്തത് യൂട്യൂബേഴ്സാണ്. അവരും ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയാണ് അവർ ഇന്ന് ബിഗ് ബോസിൽ പോയി ഇരിക്കാൻ കാരണം, അല്ലാണ്ട് തങ്കച്ചനല്ല. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എന്റെ അഡ്വക്കേറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചന്റെയും ഈ രേണു സുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ശരി, എന്നാൽ ഇപ്പം ഇത്രേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.